ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകത്ത് വളരെ അപൂർവമായി കൊണ്ട് മാത്രം കാണാൻ സാധിക്കുന്ന മത്സരമാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 21 വർഷങ്ങൾക്ക് ശേഷമാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുക. നേരത്തെ വേൾഡ് കപ്പിൽ ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. പ്രത്യേകിച്ച് മറഡോണയുടെ ആ വിവാദമായ കൈകൊണ്ടുള്ള ഗോൾ അത് പിറന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലാണ്. അന്ന് ഇംഗ്ലണ്ടിനെ പുറത്താക്കിയത് മറഡോണയുടെ ആ കൈകൊണ്ടുള്ള ഗോൾ തന്നെയായിരുന്നു. പിന്നീട് അത് വലിയ രൂപത്തിൽ വിവാദമാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഏറ്റുമുട്ടുമ്പോൾ ഈ മത്സരത്തിന് താൻ ഓവർ ഹൈപ്പ് കൊടുക്കുന്നില്ല എന്നാണ് അർജന്റീൻ താരമായ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ്, മത്സരം ഒരു തകർപ്പൻ മത്സരമായിരിക്കും. പക്ഷെ ഒരു അമിതമായ ഹൈപ്പ് ഈ മത്സരത്തിന് നൽകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ടാഗ്ലിയാഫിക്കോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം ഒരു തകർപ്പൻ മത്സരമായിരിക്കും, പക്ഷേ ഞാൻ അതിന് ഓവർ ഹൈപ്പ് കൊടുക്കുന്നില്ല. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള ഒരു മത്സരം അത് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു മത്സരമല്ല. ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മത്സരമായിരിക്കും അത്. പക്ഷെ ആ മത്സരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാരണം വേൾഡ് കപ്പിൽ ഉടനീളം ഞങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട്. ഈ മത്സരം കളിക്കാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവസാന നിമിഷം വരെ പോരാടും. ഇതാണ് അർജന്റീൻ താരമായ ടാഗ്ലിയാഫിക്കോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മത്സരങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതുപോലെ ഈ മത്സരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഒരിക്കലും ഈസി മാച്ച് ആയിരിക്കില്ല. ഇംഗ്ലണ്ട് നല്ല എതിരാളികളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അർജന്റീൻ താരമായ ടാഗ്ലിയാഫിക്കോ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും മുൻ ഇംഗ്ലീഷ് താരങ്ങൾ എല്ലാവരും ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഈ മത്സരത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നാണ് ജോ കോളും ഇയാൻ റൈറ്റും ഗാരി നെവിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർജന്റീന തോൽക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തും എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.